മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളുടെ വീടുകളിൽ ED റെയ്ഡ്. 21 ഇടങ്ങളിലാണ് റെയ്ഡ്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, വളരെ നിർണായകമായൊരു നീക്കം EDയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, സുപ്രധാനമായ നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം ആരംഭിച്ച ശേഷമുള്ള പ്രധാനപ്പെട്ട നീക്കമാണ്. 21 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തിക്കൊണ്ടാണ് വിവരശേഖരണത്തിന് ED നീക്കം ആരംഭിക്കുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാവരുടെയും ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. തന്ത്രി കണ്ഠർ രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പരിശോധനയുണ്ട്. N വാസുവിൻ്റെ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസുവിൻ്റെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിൽ പരിശോധന നടക്കുന്നു. പത്മകുമാറിൻ്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ പരിശോധന നടക്കുന്നു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെ ബംഗളൂരുവിലെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങളിലും പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടക്കുന്നു. ഇതുൾപ്പെടെ 21 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നമുക്കറിയാം, ED ഈ കേസിലേക്ക് വന്നതോടുകൂടി ഒരു കേന്ദ്ര ഏജൻസിയുടെ നീക്കം. ഇതിലെ സ്വർണ്ണ പണമിടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിലേക്കാണ് ED കിടക്കുന്നത്. ഈ കേസിലേക്ക്, സ്വർണ്ണക്കടത്ത് കേസിലേക്ക് EDയുടെ കടന്നുവരവ് നമുക്കറിയാം. ഒരു സമാന്തര അന്വേഷണത്തെ ഇപ്പോഴത്തെ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം എതിർത്തിരുന്നു. സമാന്തര അന്വേഷണം നിലവിലുള്ള അന്വേഷണത്തെ ബാധിക്കുമെന്നതായിരുന്നു അവർ വാദിച്ചത്. ഒടുവിൽ കോടതി അവർക്ക് അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ ED അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പല രേഖകളും, അതായത് ആദ്യഘട്ട അന്വേഷണത്തിൽ ശേഖരിച്ച പല വിവരങ്ങളും EDക്കും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നീക്കമെന്നാണ് മനസ്സിലാവുന്നത്. ED പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് നടക്കുന്നത്. ഇതിൽ നടത്താൻ പോകുന്ന നീക്കങ്ങളിൽ പ്രധാനം ഇതിലെ സാമ്പത്തിക ഇടപാടുകളാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാന പ്രതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് സുപ്രധാനമായ വിവരശേഖരണത്തിനാണ് ED ശ്രമിക്കുന്നത്. ഈ ഇടങ്ങളിൽ നിന്നും, ഈ പരിശോധനയിൽ നിന്നും സുപ്രധാന വിവരങ്ങൾ കണ്ടെത്തലിലേക്ക് തന്നെ ED കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഏതൊക്കെ രീതിയിലാണ് നടന്നത്, ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക വ്യവഹാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന പരിശോധനയൊക്കെ കടന്നു വരും. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുള്ളത് അനുശ്രീ, ഒരുപക്ഷെ ഈ കണ്ഠർ രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധന കൂടി നടക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ കണ്ഠർ രാജീവർക്ക് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളിലെ വീഴ്ച, അതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉത്തരവാദിത്തം, അതിൽ പറ്റിയ പിഴവ്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ഠർ രാജീവരെ ഇപ്പോൾ അറസ്റ്റിന് അദ്ദേഹം വിധേയനായത് എന്നതാണ് പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ അതിനും അപ്പുറം ഇതിൽ നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിലേക്ക് കൂടി അന്വേഷണം കടക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ അടക്കം EDയുടെ പരിഗണനയ്ക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിട്ട് സമാഹരിച്ച പണം ആർക്കൊക്കെ പങ്കുവെച്ചു എന്ന കണ്ടെത്തൽ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഏജൻസിയായ EDയുടെ അന്വേഷണം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം ഒരു ഹർജി വന്നതാണ്. പക്ഷേ ഹൈക്കോടതി ആ ഹർജി നിരസിക്കുകയാണ് ചെയ്തത്. കാരണം ഇപ്പോൾ CBI അന്വേഷിക്കേണ്ടതില്ല, നിലവിൽ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കാൻ ഇടവയ്ക്കും, പ്രതികളെ രക്ഷപ്പെടാനേ ഇടവെക്കുകയുള്ളൂ എന്ന നിലപാട് കോടതി എടുത്തതാണ്. പക്ഷേ ED അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. EDയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ED നടത്തുന്ന അന്വേഷണം നിലവിലുള്ള അന്വേഷണത്തെ ബാധിക്കാത്ത രീതിയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കിടക്കുന്നത്. അതുകൊണ്ടുകൂടി അതിൻ്റെ ഇടപാടുകൾ ആ തരത്തിൽ തന്നെയാണ് പരിശോധിക്കപ്പെടുക. ഒന്ന്, ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം അത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് പോയോ, അതല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏജൻസികളുടെയോ വലിയ അന്താരാഷ്ട്ര സ്വർണ്ണ പണ ഇടപാടുകൾ, പുരാവസ്തു സംഘത്തിൻ്റെ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന പരിശോധന കൂടി EDയുടെ ഇതിലേക്ക് കടന്നു വരുന്നു എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. 21 ഇടങ്ങളിലാണ് ഇപ്പോൾ EDയുടെ പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ വിവരങ്ങൾ ഈ പരിശോധനകളിൽ കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ തയ്യാറെടുത്തുകൊണ്ട്, നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധനാ രീതികൾ നമുക്കറിയാം. പൊടുന്നനെ അതിരാവിലെ ആരംഭിക്കുന്ന, ഒന്നിച്ച് എല്ലാ കേന്ദ്രങ്ങളിലും ഒന്നിച്ച് നടക്കുന്ന പരിശോധന. അതുകൊണ്ട് തെളിവുകൾ ഒളിപ്പിക്കാൻ പഴുതു നൽകാതെയുള്ള പരിശോധനാ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയാണ് 21 ഇടങ്ങളിൽ ഏറ്റവും സുപ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, ഒപ്പം തന്നെ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങൾ. ഇതിനു പുറമെ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന N വാസുവിൻ്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ പത്മകുമാറിൻ്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു. ഇങ്ങനെ വിവരശേഖരണം നടത്തുകയാണ്. ഒപ്പം കണ്ഠർ രാജീവരുടെ ചെങ്ങന്നൂരെ വസതിയിൽ, താഴമൺ മഠത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻസ് തുടങ്ങി ഈ സംഭവങ്ങൾ, ഈ സ്വർണ്ണക്കടത്ത് കേസുകളുമായി
ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മുരാരി ബാബുവാണ്. ഈ കേസിൽ രണ്ടാമത് അറസ്റ്റിലായ വ്യക്തിയാണ് മുരാരി ബാബുവിൻ്റെ വീട്ടിലും പരിശോധന നടക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് SIT നിലവിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കേന്ദ്രങ്ങളിലേക്ക് കൂടി പരിശോധന നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട നീക്കം. ഇന്നലെ ഹൈക്കോടതിക്ക് മുന്നിൽ വന്ന റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിലുള്ള SITയുടെ അന്വേഷണത്തെ പൂർണ്ണമായും കോടതി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്വേഷണങ്ങൾ ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന കാര്യം കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ SITയുടെ EDയുടെ ഈ നീക്കം കൂടി വളരെ പ്രധാനപ്പെട്ടതായി കൂടി മാറുന്നു എന്നതാണ് സാഹചര്യം. അപ്പോൾ ശബരിമലയിൽ കൂടുതൽ പിടിമുറുക്കുകയുന്നു അന്വേഷണ ഏജൻസികൾ എന്നതാണ് അതിൻ്റെ ചുരുക്കം. കൂടുതൽ അന്വേഷണത്തിലേക്ക് തന്നെ നടക്കുന്നു എന്ന സാഹചര്യമാണ്. നിലവിൽ നടക്കുന്ന SIT പ്രത്യേക സംസ്ഥാന പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് സമയപരിധി കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ ED കൂടി അന്വേഷിക്കാൻ വരുന്നതോടുകൂടി അതിൻ്റെ സാഹചര്യങ്ങളൊന്നും മാറുകയാണ്. ഒരേ സമയം നമുക്കറിയാം ശബരിമല അന്വേഷണത്തിന് ഒരേ സമയം അന്വേഷണ വിവരങ്ങൾ ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളും സാഹചര്യങ്ങളുമുണ്ട്. അതിനുമപ്പുറം അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ചെറുതല്ല. അപ്പോൾ EDയുടെ അന്വേഷണം, ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കാലത്തിലടക്കം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടാൻ പോകുന്ന സാഹചര്യം കൂടിയാണ്. അങ്ങനെ പ്രതികളുടെ വീടുകളിൽ ഇപ്പോൾ EDയുടെ പരിശോധന നടക്കുന്നു എന്ന സുപ്രധാനമായ വിവരമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ അതിനിർണായകമാണ് എന്ന കാര്യവും ഉറപ്പുവെക്കാം. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ബാങ്ക് ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ്. അതായത് ഈ പണ ഇടപാടുകൾ സ്വാഭാവികമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ ബാങ്ക് പണ ഇടപാടുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ ഏത് രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അന്വേഷിക്കുകയാണ്. നിലവിൽ ഇന്നലെ തന്നെ നമുക്കറിയാം ഈ പ്രധാന പ്രതികളുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച ഒരു കണ്ടെത്തലിലേക്ക് SIT തന്നെ കടന്നിട്ടുണ്ട്. അവരുടെ സ്വത്തുകൾ മരവിപ്പിക്കാനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുമുണ്ടെന്ന കാര്യം കോടതിയിൽ തന്നെ ഇന്നലെ ഈ റിപ്പോർട്ടിൽ SIT സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും അതിന് തുടർച്ചയായിട്ടാണ് ഈ നീക്കം. വരവിൽ കവിഞ്ഞ സമ്പാദ്യം കണ്ടെത്തിയാൽ അത് മരവിപ്പിക്കാൻ നീക്കമുണ്ട്. അതായത് നിലവിൽ SIT നടത്തിയ അന്വേഷണത്തിന് സമാന്തരമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഇവരുടെ സാമ്പത്തിക വിവരത്തിൻ്റെ അന്വേഷണത്തിലേക്ക് കൂടി കടന്നു വരികയാണ്. ഇവരുടെ സാമ്പത്തിക പണ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക് കൂടിയാണ് കിടക്കുന്നത്. അതായത് കേസിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ ഉരുക്കി കടത്താൻ സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, കടത്തിയ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാട് ആദ്യഘട്ടത്തിൽ തന്നെ ED അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാഥമിക വിവരശേഖരണം ED നടത്തിക്കഴിഞ്ഞു. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. വളരെ സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി നമുക്ക് പങ്കുവെക്കാം. ആസ്ഥാനത്തും അതായത് നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തും EDയുടെ പരിശോധന നടക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എവിടെ എങ്ങനെ വീഴ്ചയുണ്ടായി എന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ നടന്ന കാലഘട്ടത്തിലെ, അതായത് 2024, 2025 കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ഇത്തരം നടപടിക്രമങ്ങൾ അടക്കം പരിശോധിക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും SITക്ക് മുന്നിലുള്ള കാര്യമാണ്. പക്ഷേ EDയും ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. അപ്പോൾ ED ദേവസ്വം ആസ്ഥാനത്തെത്തി വിവരശേഖരണം നടത്തുന്നു എന്നതാണ് ഈ വിഷയത്തിലെ രേഖകളടക്കം. ഒരുപക്ഷെ സാമ്പത്തിക കുറ്റാന്വേഷണത്തിനും അപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കൂടി EDയുടെ അന്വേഷണം കടന്നു പോകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര ഏജൻസിയായ CBIയുടെ അന്വേഷണം തടയപ്പെട്ട സാഹചര്യത്തിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം ഒരുപക്ഷെ ആ രീതിയിലേക്ക് കൂടി കടന്നു പോകാൻ കഴിയുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നമുക്കറിയാം സംസ്ഥാനത്തെ പല പ്രമാദ കേസുകളിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണ വഴികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്ന് ഉദാഹരണമായി പറഞ്ഞാൽ മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ട നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ്, 2 ലൈഫ് മിഷൻ കേസ്, ഈ 2 കേസുകളിലെയും EDയുടെ കണ്ടെത്തലുകളും നീക്കങ്ങളും അത് ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഒട്ടും ചെറുതായിരുന്നില്ല എന്നതും നമ്മൾ കണ്ടതാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. അതായത് സാമ്പത്തിക കുറ്റാന്വേഷണത്തിനുമപ്പുറം ഈ കേസിൻ്റെ ഈ സംഭവങ്ങളുടെ മറ്റു വശങ്ങളിലേക്കും വന്ന് ED കടന്നുപോയി എന്ന ആക്ഷേപം കേട്ടതാണ്. സ്വാഭാവികമായും ഇവിടെയും അത്തരമൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്, ഇതുവരെ SIT അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് കൂടി ED കടന്നു വരുമോ എന്ന ചോദ്യമാണ്. നമുക്കറിയാം EDയുടെ അന്വേഷണം ഉണ്ടായതോടുകൂടി SITയുടെ അന്വേഷണ നീക്കത്തിന് അല്പം കൂടി വേഗതയുണ്ടായിട്ടുണ്ട്. ഈ തന്ത്രിയുടെ അറസ്റ്റ് പോലും ഉണ്ടാവുന്ന അതാണ്. ആദ്യഘട്ടത്തിൽ SIT വിവരശേഖരണം നടത്തി വിട്ട തന്ത്രിയെ പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയാണ് SIT ചെയ്തത്. അതിന് കാരണം EDയുടെ അന്വേഷണം വരുന്നു എന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് അപ്പോൾ ആ നീക്കമുണ്ടായത്. അതിനർത്ഥം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.